ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നാട് വിട്ട് പോകണമെന്ന്. നാട് വിട്ട് പോവുകയാണ്, പക്ഷെ നാട് വിട്ട് വീട്ടിലോട്ടാണ് പോകണമെന്നേ ഉള്ളൂ. അതെ, ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ വീട്ടിലോട്ട് പോകണം കേട്ടോ. ഫ്രണ്ട്സിനോട് ടാറ്റയൊക്കെ കൊടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ എല്ലാവരുടെ യാത്രയൊക്കെ പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് കോളേജ് വരെ നടന്നു കേട്ടോ. സർവ്വസാധാരണ കണക്ക് ഊബറിലാണ് കേട്ടോ പോണത്. അങ്ങനെ ഊബറെ നോക്കി പറഞ്ഞ സമയത്ത് തന്നെ ഊബറാരും എത്തി കേട്ടോ. അങ്ങനെ ഊബർ കയറി അവിടുന്ന് കെയർപുരം റെയിൽവേ സ്റ്റേഷൻ വരെ യാത്രയൊക്കെ കണ്ട് പതിഞ്ഞിരുന്നു. അല്ലാതെ പിന്നെ വേറെ ഒന്നും ചെയ്യില്ല. എൻ്റെ എന്തോ ഭാഗ്യത്തിന് ഞാനും ട്രെയിനോടെ ഒരേ സമയത്തായിരുന്നു എത്തിയത്. ഞാൻ ഒരു നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നെങ്കിൽ എനിക്ക് ട്രെയിൻ മിസ്സായേനെ. കയറി ഉണ്ടെങ്കിൽ ഞാൻ മുകളിലായിരുന്നു കേട്ടോ കയറിയത്. അവിടെ പിന്നെ ആരും വന്ന് ഇരിക്കത്തൊന്നുമില്ല. അത്രയും തിരക്കുണ്ടെങ്കിൽ മാത്രമേ ആരെങ്കിലും വന്നിരിക്കത്തുള്ളൂ. എന്തുകൊണ്ടാണെന്ന് അറിയാൻ വയ്യ, അത്ര തിരക്കൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് മണ്ട ഇരിക്കാനും ഉറങ്ങാനൊക്കെ പറ്റും കേട്ടോ. സാധാരണ ഇത്രയും തിരക്കൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഓണായിട്ട് എന്ത് പറ്റിയാന്തോ തിരക്കൊന്നും ഇല്ലായിരുന്നു. സുഖമായിട്ടൊന്ന് ഉറങ്ങി എണീച്ചപ്പോഴത്തേക്കും രാവിലെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ